94 ഇപ്പോൾ 93 കൊള്ളാമല്ല. എന്തോ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. 3 മില്യൺ എത്തിയെന്നും പറഞ്ഞ ആൾക്കാർ അൺസബ് ചെയ്യുവാണ്. ഇനിയും കുറഞ്ഞ്. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ രാവിലെ എഴുന്നേൽപ്പിച്ച ആൾക്കാർ ആ വണ്ടിയില്ലേ നമ്മുടെ ഇന്നലെ എൻ്റെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ലായിരുന്നല്ലോ, ഇവിടെ ഇരിക്കുന്നു. അവനെ ഇപ്പോൾ കൊണ്ടുപോകും. അപ്പോൾ അതിന് വേണ്ടി ഒരാൾ അരമണിക്കൂർ വരുമെന്ന് പറഞ്ഞ്, അരമണിക്കൂർ ഉണ്ടെന്ന് പറഞ്ഞ് കിടന്നിറങ്ങാൻ പോയാൽ ഞാൻ. അപ്പോൾ തന്നെ വേറൊരു കോള് വന്ന് മറ്റേ വാട്ടർ സർവീസ് ചെയ്യായിരുന്നല്ലോ എൻ്റെ AC, അതിനുള്ള ആൾ 15 മിനിറ്റ് വരുമെന്ന്. അപ്പോൾ എല്ലാം കൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ എഴുന്നേറ്റിരിക്കുവാണ്. അമ്മമാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അമ്മര് വരട്ടെ. ഞാൻ വെളുപ്പിന് 5:30 കിടന്നത്. ആയിട്ട് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ ചെയർ ഇവിടെ ചെയർ റൂമിനകത്ത്, ആ ചെയറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഏതെങ്കിലുമൊക്കെ തടിയൊക്കെ മുറിച്ച് കളയാം. അതാവുമ്പോൾ കുറച്ചുകൂടി ഈസി ആകാൻ. അല്ലെങ്കിൽ കുറേ നേരം എടുക്കുക, അത്ര സമയം എൻ്റെ കയ്യിൽ. കണ്ടൻസ് എന്ത് പറ്റി? കണ്ടൻസ് കിറുക്കിയ ചെറുന്ന് ഇവിടെ കിടക്കുകയാണ്. നോക്കി ആ ബൈക്കാർ വന്നെന്ന് തോന്നുന്നു, വണ്ടി എടുത്തുകൊണ്ട് പോകാൻ. കാണുന്നൊന്നുമില്ല ഒരു സ്ഥലത്ത്. കണ്ടി കയറിയിട്ട് സ്റ്റാർട്ടാക്കാൻ കാണുന്നു. ബൈക്ക് അവർക്കും കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ബാറ്ററി ഡെഡായി കിടക്കുക. അവർ പറയുന്ന ബാറ്ററി തന്നെ റീചാർജ് ആകും. ജസ്റ്റ് ഒന്ന് ഓണായി കിട്ടിയില്ല. ഇനി തന്നെ റീചാർജ് ആയിക്കോളാം എന്ന് എൻ്റെ പറഞ്ഞത്. ഞാൻ പിന്നെ പറഞ്ഞ് എന്തായാലും ജനറൽ സർവീസ് ചെയ്തേക്കും. ആ വണ്ടി പണ്ട് തൊട്ടേ പണിയാ എനിക്ക്. അവർ ബാറ്ററി ചേഞ്ച് ചെയ്തില്ലെന്ന്. ബാറ്ററി ഞാൻ മേടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ് നോക്കുക, അവർ ചിലപ്പം അതിൻ്റെ ബില്ല് തരും, ചിലപ്പം മാറ്റി തരുമായിരിക്കും. എനിക്ക് ഒരു ദിവസം നമ്മൾ 1 ലിറ്റർ വെഞ്ചും മേടിക്കുന്നു. ഇല്ലായിരിക്കും. എനിക്ക് വയ്യ. ഇപ്പം എന്നാൽ നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. AC ക്ലീൻ ചെയ്യാൻ വന്ന ആളും വന്നെന്ന് തോന്നുന്നു. എനിക്ക് ബീഫും പോയി മേടിക്കാനാണ്, ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ. പയ്യൻ വന്നു. വാട്ടർ സർവീസ് ചെയ്യാൻ പൈപ്പൊക്കെ സെറ്റ് ചെയ്യണം. വേണ്ടാ, നീ ഇടുന്ന മാറാ. പുറത്തോ ഇതിന്റെ അകത്തുള്ള കോയിലാണോ അത്, ആ ഡസ്റ്റ് ഉള്ളത്? ഓക്കെ. അമ്മയുടെ വണ്ടി റെഡിയാക്കുന്നത് ആൾക്കാരെ വന്നിട്ടുണ്ട്. ഇന്ന് ഫുള്ളും വർക്ക്ഷോപ്പാണെന്ന്. അകത്തും പുറത്തും ഫുള്ള് വർക്ക് കിടന്നുകൊണ്ടിരിക്കുക. എൻ്റെ വണ്ടി പോയി. ഇപ്പോൾ അമ്മയുടെ വണ്ടി അവിടെ ഓൾമോസ്റ്റ് അതിൻ്റെ ബാറ്ററി അതിലെടുത്തോണ്ട് പോകുമായിരിക്കും. ചില AC എന്തായാലും തീർന്നു. അമ്മയുടെ വണ്ടി എടുത്തോണ്ട് പോകും. ഓൾറെഡി 2 വണ്ടി പോയി, 3 വണ്ടിയും പോകാനേ. അച്ഛൻ്റെ വണ്ടി പോകാതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ 3 ദിവസം മുമ്പേ സർവീസ് സ്വന്തമായിട്ട് കൊണ്ടുപോയതാണ്. അതിൻ്റെ ബോഡി ഒരു പ്രാവശ്യം തട്ടിയതല്ല, ഒരു കാറുമായിട്ട് തട്ടിയായിരുന്നു 2 പ്രാവശ്യം മുമ്പ്. അതിപ്പോഴും പോക്കാ എന്ന് വെച്ചാൽ അതിപ്പോഴും റെഡിയാക്കിയിട്ടില്ല. അതിനുവേണ്ടി എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് അച്ഛൻ കൊണ്ടുപോകും. അപ്പോൾ എല്ലാ വണ്ടി ഇടുന്നു പോയി. ഇതാണ് ഇപ്പോൾ AC ഓൾമോസ്റ്റ് തീർന്നു. കേസപ്പം AC സർവീസ് ആയിട്ടുണ്ട്. അതിപ്പോൾ നല്ലതായിട്ട് കൂളാവുന്നുണ്ട്. അതിൻ്റെ കൂളിംഗ് എത്രയാവുമെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. 15 അടി പോയി കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആണ്. ഇനി ഇറച്ചി എനിക്ക് മേടിക്കാൻ പോകണമെന്ന്, പക്ഷേ വണ്ടിയൊന്നും ഇല്ല. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്ക് കിടന്ന് ഉറങ്ങാനും ഉണ്ട്, അതായിട്ട് എഡിറ്റ് ചെയ്യാനും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോകാം. എന്താ അമ്മേ? ഇറച്ചി മേടിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടോ? ഞാൻ ഗ്യാസ് കയറിയിരിക്കുക. ഇവിടെ ഓരോരോ കാര്യം ഡീൽ ചെയ്യുമായിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ നിനക്ക് ഒരു കാര്യം ചെയ്താൽ രണ്ടാമത്തെ കാര്യം ചെയ്യാൻ ഒന്ന് പോകുമ്പോ ഗ്യാസ് കയറി ഇരിക്കുവാണ്. ഇവിടെ ആരും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് 2 വണ്ടിയും കൊടുത്തിട്ടുണ്ട്. ഒരു AC ഫുൾ സർവീസ് ആക്കിയിട്ടുണ്ട്. 2 വണ്ടി മേടിച്ചു കൊടുത്തില്ല. അത് നോക്കണ്ടേ അവിടെ വരുമ്പോ ഒക്കെ. വെറുതെ ചാക്കോല കൊടുത്തിട്ട് വേറെ എവിടെയും പോയാൽ മതി. കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞ അവരുടെ കാലിന്റെ ചവിട്ടുന്നതിന് കംപ്ലൈന്റ് പറഞ്ഞ അതമ്മ വിളിച്ച് പറയേണ്ടി വരും. അപ്പം അതിന്റെ പല കംപ്ലൈന്റിന് വിളിച്ചു പറയേണ്ടി വരും. അതൊന്നും കംപ്ലീറ്റ് ആക്കി കാണത്തില്ല. അവന്മാരുടെ പണി കൊള്ളാത്തോണ്ടല്ലേ അവന്മാര് പിന്നെ അവന്മാരുടെ വർക്കും കൊള്ളിയത്തില്ല, ഒന്നും കൊള്ളിയല്ല. അവസാനം തിരിച്ച് പിന്നെ ഇനി എടുക്കാൻ പോകുന്ന സമയത്ത് ഇതെല്ലാം ചെക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവർക്ക് സുഖമായി എന്ന് പറഞ്ഞ കംപ്ലൈന്റ് എന്നാണെന്ന് പോലും ചെക്ക് പോലും ചെയ്യണില്ല. അവരവിടെ സാധനം റെഡിയാക്കി വെച്ചിട്ട് അവിടെ പോയി അത് ചെക്ക് ചെയ്തേച്ചേ സാധനം എടുക്കാവുള്ളൂ. എടാ പൊട്ടെ, എന്താ നീ ഇറച്ചി മേടിക്കാഞ്ഞത്? ഇറച്ചി മേടി എനിക്ക് താല്പര്യം. വണ്ടിയൊന്നും ഇല്ല, എങ്ങനെ പോകും ഞാൻ? ബസ്സിന് പോകാറുന്നില്ലാടാ. ബസ്സിന് ഗ്യാസ് എനിക്ക് ഉറക്കവും വന്ന് ഗ്യാസും കയറി എന്റെ അവശനായിട്ടിരിക്കുകയാണ്. വേറെ ആഹാരം ഭക്ഷണം പോകുമല്ല. മിയർ മോട്ടൽസ് ആണ് ചോറ് കടയിൽ പോയാലും നമുക്ക് ടെൻഷനാണ്. ഇതിന്റെ ആഹാരം ശരിയാകില്ല. ഇതിപ്പോ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛന്റെ വണ്ടിയുടെ ആക്കല് കിട്ടി. നമുക്ക് ഇറച്ചിയും മീനും മേടിച്ചോണ്ട് വരാം. എത്ര രൂപ കിലോ? കിലോ 300. എന്താ 300-നില്ലേ? 300 കൊടുക്കണ്ട. വലിയ കിലോമീനായതുകൊണ്ടായിരിക്കും. ഇത് വറുത്താ മതി കേട്ടാ. ഇറച്ചിയൊന്നും കിട്ടിയില്ല. എന്താന്ന് മനസ്സിലായോ? ഇതേ കിട്ടിയുള്ളൂ കേട്ടാ. കിളിമീനല്ലേടാ, കിളിമീനാണ്. ഇത് നമുക്ക് വറുക്കാം. എന്ത് ചെയ്യാനോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. 1 മണിക്കൂർ കിടന്നുറങ്ങി അമ്മ ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒടുക്കത്തെ സ്മെല്ല്. ഇതിന്റെ മെയിൻ ചാനലിനകത്ത് 3 മില്യൺ ആകുമ്പോഴാണ്. മലയാളമല്ല, ഹിന്ദിക്കകത്ത് കേട്ടാ. അപ്പം 3 മില്യൺ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതാകുന്നത് പാതിരാത്രിയാണെന്ന് തോന്നുന്നു. പാതിരാത്രി വെളുപ്പിനെ കണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചല്ലോ കേക്കൊക്കെ മേടിക്കാമെന്ന്. കേക്ക് സിംഗിൾ കേക്ക് മേടിച്ചില്ല ഇപ്രാവശ്യം. പല സ്ലൈസ് ആയിട്ട് മേടിക്കാം, പല കേക്ക് മേടിക്കാം. അല്ലെങ്കിൽ എന്താണെന്ന് അറിയാമല്ല, വെറുതെ ഒരു കേക്ക് അതിന് ടേസ്റ്റ് ഇല്ല. ഞാൻ പിന്നെ അല്ലെങ്കിലും കഴിക്കത്തില്ല കേക്കൊന്നും, വെറുതെ വീട്ടിലുള്ളവർക്ക് മേടിക്കാമെന്ന്. പക്ഷെ കുഴപ്പം ഈ പാതിരാത്രി ആകുന്നതിൻ്റെയാണ്.
പാതിരാത്രി എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും? അല്ലെങ്കിൽ ഇതിനെ എനിക്ക് റെക്കോർഡ് ചെയ്ത് വെക്കണം, നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു കിടിലൻ വീഡിയോ ചിന്തിച്ചായിരുന്നു, പക്ഷേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അടുത്തൊന്നും ഇല്ല ചെയ്യാൻ. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ കൗണ്ട് ഡൗൺ ആവുന്ന സമയത്ത് ഒരു ബഞ്ചി ജമ്പില്ലേ, ബഞ്ചി ജമ്പിൽ നിന്ന് ചാടുന്ന ജസ്റ്റ് എൻ്റെ 3 മില്യൺ ഹിറ്റ് ചെയ്യുമ്പോഴാണ്. അതിപ്പോൾ എനിക്ക് ഈ 3 മില്യൻ്റെ ഇത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അവിടെ പോയി ചെയ്യാം. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ബഞ്ചി ജമ്പിങ്ങിൻ്റെത് ഗോവയിലും വേറെ എവിടെയൊക്കെ കേരളത്തിലില്ലെന്ന് തോന്നി. ഞാൻ തപ്പിട്ട് കിട്ടിയില്ല. ഞാനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ആ മീൻ മാത്രം കഴിച്ച് തെറ്റായിപ്പോയി. മീനൊന്നും തികഞ്ഞൊന്നുമില്ല. ഇപ്പോൾ അച്ഛനെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞു ചിക്കൻ മേടിച്ചുകൊണ്ട് വരാൻ. അച്ഛനെ തെറി പറഞ്ഞിരുന്നേ ഉള്ളൂ, ഇത്ര ലേറ്റായിട്ട് ചിക്കൻ കട വെച്ചിരിക്കുമല്ലേ. ഇത് ഡേ 61 ഓഫ് 100 ഡേയ്സ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോ ആണ്. ഇന്ന് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ ഏകദേശം 40 മിനിറ്റ് കണ്ടേ ഉള്ളൂ. എൻ്റെ യൂട്യൂബ് ചാനൽ 3 മില്യൺ സബ്സ്ക്രൈബർ ആവുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം. ഇതിൻ്റെ ആദ്യത്തെ വർക്കൗട്ട് മിലിറ്ററി പ്രസ് ആണ്. ഇതിനകത്ത് ഇപ്പോൾ 70 കിലോ ചെയ്യുന്നുണ്ട്. 70 കിലോയുടെ മൂവ് സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത് ലാറ്ററൽ റേസ് ആയിരുന്നു. ലാറ്ററൽ റേസ് എനിക്ക് കുറച്ചുകൂടി വെയിറ്റ് ഇടണമെന്നുണ്ട്. പക്ഷേ 20 കിലോ വെയിറ്റ് കുറവാണ്, 25 കിലോ വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഞാൻ 25 കിലോ വിളിച്ചൊന്നും അടിച്ച് നോക്കി. കുഴപ്പമില്ല, ഒരു സെറ്റൊക്കെ കളിക്കായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ റയർ ഡെൽസിന് വേണ്ടി വർക്കൗട്ട് ചെയ്തത്. സത്യം പറഞ്ഞത് കുറച്ച് ഫാസ്റ്റ് ആണ് ചെയ്യുന്നതിന്, കുറച്ചുകൂടി സ്ലോ ആക്കണമെന്നുണ്ട്. പിന്നെ ആ ഒരു തിരുതി ഇരുന്നുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർത്തത്. പിന്നെ ബാക്ക് വർക്കൗട്ടിനകത്താണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എക്സസൈസ് ആണ് ഇത്. ഇതിനകത്ത് എനിക്ക് കൂടുതലും എന്റെ ലാറ്റ്സിന് നല്ല ഫീൽ വരുന്നതാണ് പ്രതീക്ഷ. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും ചെയ്തു വരുമല്ലേ. ഇന്നത്തേക്ക് ഇത്രയുള്ളൂ, നമുക്ക് നാളെ കാണാം. ഇനി 3000 സബ്സ്ക്രൈബർ കൂടി മതി എനിക്ക് 3 മില്യനാകാൻ. ഞാൻ പെട്ടെന്ന് വീട്ടിലെത്തട്ടാ. ഞാൻ ഉദ്ദേശിച്ച രാവിലെ ആവുമെന്നാണ്. എനിക്കൊന്ന് രാവിലെ വരെ പോകണ്ട. ഇനി ഏകദേശം 1-2 മണിക്കൂറിലാവും. അപ്പോൾ ടൗണിൽ പോയിട്ട് എനിക്ക് കേക്ക് മേടിക്കണം. കേക്ക് അല്ലാതെ പിന്നെ ഇറങ്ങണ്ട. പിന്നെ പാർട്ടി പോപ്പർ മേടിക്കണം. 2 ദിവസം നിന്റെ പാർട്ടി നടക്കാൻ പോവുകയാണ്. സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് നിനക്ക് വേണ്ടിയും ട്രീറ്റ് കൊണ്ടിരുന്നതാണ്. സാറിന് ഈ സമയത്ത് എപ്പോൾ പോലും മിക്ക കട അടച്ചിടക്കോ, എല്ലാം കിട്ടുമെന്ന് നോക്കട്ടെ. നിങ്ങളെല്ലാം പുറത്തിരുന്നേ, അകത്തോട്ട് വരരുത്. ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെന്ന്. 29,97,528. അമ്മ അച്ഛനെങ്കിലും പറഞ്ഞിട്ടില്ല, അപ്പുറത്തുണ്ട്. അപ്പോൾ ഇത് ഫുൾ സർപ്രൈസ് ആയിരിക്കും. ഞാൻ പോയി വരുന്നതിന് മുമ്പേ 1000 മതി. അപ്പം പെട്ടെന്ന് പോവാം. എന്താണ് കണ്ടത്? നിനക്ക് ഫുഡ് വേണം? ഞാൻ എടുത്തോണ്ട് വരാം. ഈ ഫുഡ് നീ കുറെ കഴിച്ചു, വേറെ ട്രീറ്റ് വരാം. ട്രീറ്റ് ഭാഗ്യത്തിന് കേക്കിന്റെ കട അടച്ചിട്ടില്ല, സമയത്ത് എത്തിക്കട്ടെ. ഇതിപ്പോ ഇത് മേടിച്ചിട്ടുണ്ട്, ഓരോ സിംഗിൾ പീസ്. ഒരു ബ്രൗണി എടുത്തേക്കുന്നത് താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ മിൽക്ക് കേക്ക് മേടിക്കാം. ഞാൻ കഴിക്കുന്നില്ല, എന്നാലും വീട്ടിൽ കൊണ്ടതെല്ലാം അമ്മേനെ കൊണ്ട് കഴിപ്പിക്കേണ്ടി വരും. ഇതും എടുത്തേക്ക് കേട്ടോ. ആ സ്മൈലി എടുക്കട്ടെ. ഇതൊക്കെ മേടിക്കാൻ പിന്നെ അത് പറഞ്ഞ് എടുത്തേക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിയും വേറെ എല്ലാം മേടിക്കണം. ഓൾറെഡി 6 ഐറ്റം മേടിച്ച് ഞാൻ. പിന്നെ ഇതിനകത്ത് ഇപ്പം മേടിക്കാനായിട്ടുള്ളത് ആ സാധനമാണ്. അത് ബാക്കിയുണ്ട്. അതും ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഇത് 2 നന്നേക്ക്. ആ പാർട്ടി പേപ്പർ നന്നേക്ക്. ഒരു 3 നന്നേക്ക്. ഇവിടെ എം ഇല്ല. 3 മേടിച്ചു കഴിഞ്ഞാൽ എം ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറെ 0 മേടിക്കേണ്ടി വരും. ഫുള്ള് പാർട്ടിയുടെ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. എത്ര കേക്ക് ഉണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഇതിനകത്ത്. പക്ഷെ ഒരു ഇഷ്യൂ പറ്റിയത്, കണ്ടതിന് വേണ്ടി ഞാൻ മീൻ നോക്കി കേട്ടോ. അത് കടയിൽ അടച്ച്. നമുക്ക് നാളെ മേടിച്ചു കൊടുക്കാൻ. അമ്മ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുവാണല്ലോ. ഞാൻ എന്തുകൊണ്ട് നോക്കി തെറിച്ച് പോയിക്കൊണ്ട്. സെലിബ്രേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കറിയില്ലേ? അമ്മയ്ക്ക് അറിയില്ലെങ്കിൽ അറിയണ്ടമ്മ. തൽക്കാലം കേട്ടോ. എന്തേന് എങ്ങനെ 3 മില്യൺ ആയെന്നാവല്ലോണോ? അതെങ്ങനെ ഭ്രാന്താ? ഒന്ന് പറയണോടാ എപ്പോഴെങ്കിലും ഒക്കെ മനുഷ്യനോട്. നീ എല്ലാം നീ സർപ്രൈസ് ആക്കി വെച്ചില്ലടാ പറയേണ്ടത്. എന്തോ അത് സെലിബ്രേഷൻ. ഹാപ്പി ബർത്ത്ഡേടാ. എന്തോ അത് ഇരിക്കുന്ന അതെന്തുവാന്ന് അറിയത്തില്ലല്ലേ. 3 മില്യൺ. 3 മില്യൺ. ഓ 3 മില്യൺ എടാ. എന്തുവാടാ എനിക്ക് ഇത് അമ്മയ്ക്കുള്ളത്? എന്നത് കഴിക്കാനുള്ളതാ? കഴിക്കാനുള്ളത് എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ അമ്മ കഴിക്കണ്ട. എടാ എനിക്ക് കഴിക്കാനുള്ള കറങ്ങാൻ കൊണ്ടുപോടാ. ഈ പാതിരാത്രി കറങ്ങാൻ ഞാൻ ഇവിടെ സ്കൂട്ടിയിൽ മഴ. കേക്കാടാ 3 ആയിട്ടില്ല ഇതുവരെ. ഇപ്പൊ ആകും. ഇതുവരെ 98 ആയിട്ടില്ല. ഇനി 1500 വേണം. കൊള്ളാല്ലേ? 10-15 മിനിറ്റിൽ 3 മില്യൺ ആവും. അതിന് മുമ്പേ എനിക്ക് ഫുഡ് ഓർഡർ ചെയ്യട്ടോ. കൊണ്ടുവന്ന ഒരു ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചിക്കൻ ഓർഡർ ചെയ്യാം. ചിക്കൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ആര് കൊണ്ടുവരുന്ന അവർക്ക് 1000 രൂപ ടിപ്പ് ഇരിക്കട്ടെ. എൻ്റെ സെലിബ്രേഷൻ അല്ലേ മോനെ. കൊടുക്കാം. ഹോപ്പ്ഫുള്ളി വീഡിയോ എടുക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാൻ. ഇതിപ്പോൾ ഓർഡർ ആയിട്ടുണ്ട്. 40 മിനിറ്റ് ഞാൻ വരും. അപ്പോൾ അവന് സർപ്രൈസ് കൊടുക്കാം. മോസ്റ്റ്ലി 3 മില്യൺ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അല്ല ചിലപ്പോൾ 15 വരുമായിരിക്കും. ഇന്ന് ഇതുകൊണ്ട് നീ മാനേജ് ചെയ്യും. നിന്റെ ട്രീറ്റ് നാളെ കേട്ടാ. എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ വീട്ടിലത് 5 പൂച്ചകൾ എങ്ങനെയാണെന്ന്. ഇതിപ്പോൾ ഒടുക്ക സ്ലോ ആണല്ലോ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇനി രാത്രി ആയതുകൊണ്ട് 1 മണിക്കൂറെല്ലാം എടുക്കും. ഇനി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ മഴയൊക്കെ വരുന്നുണ്ട്. മഴ കൂടി അകത്ത് നിൽക്കുക. എന്താ 65? അത് ഇനിയും സമയമുണ്ട്. അമ്മ ഡ്രസ്സൊക്കെ മാറിയല്ലേ? അവിടെ സമയമുണ്ടമ്മേ. ഇനിയും ഉണ്ട് 1/2 മണിക്കൂർ. ചേട്ടാ പുറകെ ചേട്ടനെ സാധനം മേടിക്കാൻ വേണ്ടി സർപ്രൈസ് ചെയ്യും. ഇവിടെ ഒരു സെക്കൻഡ്. യൂട്യൂബിൽ ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതാണ്. 30 സബ്സ്ക്രൈബറായി. അപ്പോൾ അതിന് വേണ്ടി ചേട്ടന് 1000 രൂപ ഉണ്ട്.
എനിക്കൊന്നും ചേട്ടൻ എന്നെ അറിയത്തോലും ഇല്ലല്ലോ, എന്നാലും കുഴപ്പമില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. എവിടെ വരെ എത്തി? ഓ ഇനിയും വേണമല്ല. ഓ ഇത് ചെയ്യും 1970 അങ്ങനെയാണ്. അച്ഛാ 3 മില്യനാ എനിക്ക്, 30 ലക്ഷം. അത്ര കൊള്ള, അത്ര കൊള്ളല്ലേ എക്സ്പ്രഷൻ, കൊള്ള. ഇത്ര മാറ്റിയിട്ടൊന്നും ഇല്ല. ഞാൻ ഇപ്പൊ തൽക്കാലം എന്റെ മുഖത്തോട്ട് കേക്ക് വെക്കാനാ മേടിച്ച കേക്ക്. ഒരു ഉത്സാഹം ഇല്ലല്ലോ ഇവിടെ. ഇതെന്താ അറിയാവാ? ഇല്ല, എനിക്കും അറിയത്തില്ല. നോക്കട്ടെ, എന്താ പാല് വെച്ച് എന്താ ഉള്ള സംഭവം? കഴിച്ചിട്ടുള്ളതാണോ? ഇല്ല, കഴിച്ചിട്ടില്ല. പാലും ഉണ്ട് അതിനകത്ത്. ഇത് കഴിച്ചേക്കാന്ന്. അവിടെ വെയിറ്റ് ചെയ്യാം, അതാകട്ടെ, ടേസ്റ്റ് നോക്കണ്ട. ഇതെല്ലാം കാണിച്ച് കൊതിപ്പിക്കലാണാ ജോലി. ഇപ്രാവശ്യം ഞാൻ ഒരു കേക്ക് മേടിക്കാതെ പല കേക്ക് മേടിച്ചു കേട്ടോ. അമ്മയ്ക്ക് ഷുഗർ അല്ലേ? പക്ഷെ എനിക്ക് ഷുഗർ ഒന്നുമില്ല. ആര് പറഞ്ഞു? പിന്നെ എനിക്ക് ഷുഗർ ഉണ്ടായിട്ടല്ല ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നത്. പോണ പൊട്ട, ഞങ്ങളുടെ വീട്ടിലാർക്കും ഷുഗർ ഒന്നുമില്ല. അതായിക്കോളൂ, ഇനി 850 കണ്ടുള്ള. ഇത് അതാവുന്നവരെ ബലൂൺ വീർപ്പിക്കും. ഉറങ്ങുവാണല്ലേ? വെരി ഗുഡ്. 11:45 ആവുന്നോണ്ട് ഇതുവരെ ആയിട്ടില്ല. അമ്മ ഇവിടെ കിടന്ന് ഈ അവസാനത്തെ പൂജത്തി കാറ്റ് നയിക്കുന്നില്ല, പക്ഷെ ബാക്കി കുഴപ്പമില്ല. ഇതാ കേക്ക് ഓൾറെഡി ഇറക്കി ഫ്രിഡ്ജിൽ വല്ലാതെ കേടാവും. എടാ അമ്മയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നത് കഴിക്കാൻ, അതുകൊണ്ട് കഴിച്ചേക്കും. ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയുണ്ട്? കൊള്ളാം. അല്ല വെറുതെ ക്യാമറ വേണ്ടി പറയുകയാണ്. കൊള്ളാം, സൂപ്പർ. അച്ഛനും കൊടുത്ത്, അച്ഛൻ എങ്ങനെ പറഞ്ഞത്? എങ്ങനെയുണ്ട്? നല്ലതാണ്, കൊള്ളാം. അപ്പൊ ഇത് അമ്മച്ചനും കഴിക്കട്ടെ. നമുക്ക് 3 മില്യൺ ആ സമയത്ത് അച്ഛനമ്മനെ വിളിക്കും. ഇതെന്താ അമ്മ ജസ്റ്റ് ഒന്ന് സൈഡ് മാറിയപ്പോ അമ്മ വാരി തിന്നോണ്ടിരിക്കുന്നത്? ക്യാമറയുടെ മുമ്പിലാണ് പതുക്കെ കഴിച്ചിട്ട് ക്യാമറ മാറിയ ഫുൾ കട്ട് തീറ്റിയായി. ഇതിന് ഒരു 1/2 മണിക്കൂർ എടുക്കും. അമ്മയ്ക്ക് വേണം, ഞാൻ സ്വന്തമായിട്ട് പൊട്ടിച്ചോളാം. കുഴപ്പമില്ല, പൊക്കോ. ഞാൻ വെള്ളം മേടിച്ചിട്ട് വരട്ടെ. അയാളുടെ കട സാറിന് 12 മണിയിൽ അടയ്ക്കാറില്ല. പിന്നെ ഇത്ര സമയം ഉണ്ടാകുന്ന ചിക്കൻ ഞാൻ കഴിച്ചു കഴിഞ്ഞു. നാളെ തൊട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കണല്ലോ. എനിക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കഴിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് അച്ഛനും അമ്മ എഴുന്നേറ്റിരിക്കണം താല്പര്യമുണ്ട്, പക്ഷെ അവർക്ക് രാവിലെ എഴുന്നേറ്റ് പോകാനുള്ള ജോലിക്ക്. അപ്പോൾ ഇനിയും ലേറ്റായി കഴിഞ്ഞാൽ എനിക്ക് വെള്ളം കിട്ടി. റോഡിലൊന്നും ഒരാൾ പോലും 12:30 എന്നിട്ട് ഇനി 250 പേര് ഇനിയും ബാക്കിയുണ്ട്. അച്ഛനോടെ കിടക്കുന്നുമില്ല, അമ്മ കിടന്ന്. പക്ഷെ ഇതിപ്പം 206 സബ്സ്ക്രൈബർ ഇനിയും വേണം. രാത്രി ആയതുകൊണ്ട് കുറേ സമയം എടുക്കും. 94 ഇപ്പോൾ 93 കൊള്ളാമല്ലേ? എന്താ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. 3 മില്യൺ എത്തിയെന്നും പറഞ്ഞ ആൾക്കാർ അൺസബ് ചെയ്യുവാണ്. ഇനിയും കുറഞ്ഞ്. അച്ഛൻ കിടന്നു വെച്ചാൽ രാവിലെ എഴുന്നേക്കാനുള്ളതല്ലേ? അച്ഛൻ പോയി കിടാ, ഇതായിക്കോളും. ഫൈനലി അങ്ങനെ 15 സബ്സ്ക്രൈബർ കൂടി മതി. 2 മണി ആകുന്നുണ്ട് രാവിലെ. അച്ഛനിപ്പോഴും ഉറങ്ങിയിട്ടില്ല. അച്ഛനിപ്പോൾ അമ്മേനെ വിളിക്കാൻ പോയി. ഇനി 8 സബ്സ്ക്രൈബർ കൂടി ഉള്ളു. ഇനി അമ്മ ഈ 8 സബ്സ്ക്രൈബറിന് മുമ്പ് വരുമെന്ന് അറിയത്തില്ല. അമ്മേനെ വിളിച്ചിട്ടുണ്ട്. ആരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് നോക്കിയത്. 4 സബ്സ്ക്രൈബർ ഉണ്ട്, സമയമില്ല. 3 സബ്സ്ക്രൈബറും കൂടി 3 കൊടുക്കുക, സമയം എടുക്കണം. പാതിരാത്രി ആയതുകൊണ്ട് ഒരെണ്ണം കൂടിയേ ഉള്ളൂ. 3 മില്യൺ കേട്ടാ. ആകത്തില്ലേ? എന്താണ് കുറേ സമയം എടുക്കുന്നില്ല. ഓ ഹായ് പൊട്ടുന്നില്ലല്ലേ? കൊള്ളാം. ഇത് തന്നെയാണ്. നാളെ കാണാം. Till then, take care. Peace.